നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്വർണ്ണപ്പണയ വായ്പകൾക്ക് പ്രതിമാസ തിരിച്ചടവ് തവണകൾ ഏർപ്പെടുത്താൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒരുങ്ങുന്നു. സ്വർണ്ണ വായ്പകളിലെ തട്ടിപ്പും തിരിമറികളും ഒഴിവാക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശമനുസരിച്ചാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. വായ്പ എടുക്കുന്ന ദിവസം തന്നെ മുതലും വായ്പയും കണക്കാക്കി EMI നിശ്ചയിക്കുന്നതാണ് പുതിയ രീതി. നിലവിൽ ഉപഭോക്താക്കൾ സ്വർണ്ണപ്പണയ വായ്പ എടുത്ത ശേഷം കാലാവധി തീരുന്ന ദിവസമോ അതിനു മുൻപ് ഒരുമിച്ച് പണം അടച്ച് തിരിച്ചെടുക്കുന്ന രീതിയാണുള്ളത്. കാലാവധി തീരുന്ന ദിവസം പലിശകൾ അടച്ച് വായ്പ പുതുക്കാൻ അവസരമുണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ പണയമായി സ്വീകരിച്ച് വായ്പകൾ അനുവദിക്കുന്നതിലും മൂല്യം നിശ്ചയിക്കുന്നതിലും പലിശ കണക്കാക്കുന്നതിലും വലിയ പാളിച്ചകളുണ്ടെന്ന് സെപ്റ്റംബർ 30 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വർണ്ണ വായ്പകളെ ടേം ലോണുകളായി കണക്കാക്കി EMI സംവിധാനത്തിലേക്ക് മാറുന്നത്. സമാന പദ്ധതികളും സഹകരണ വകുപ്പും ആവിഷ്കരിക്കേണ്ടി വരും. താലൂക്കിലെ മികച്ച സഹകരണ ബാങ്കിനുള്ള പുരസ്കാരം കിഴക്കേ കടുങ്ങല്ലൂർ സഹകരണ ബാങ്കിന് ലഭിച്ചു. പറവൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിച്ച 71ാമത് സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകിയത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ എന്നിവരിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് TK ഷാജഹാനും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുടെ പ്രതിനിധികളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മിൽമ എറണാകുളം മേഖലാ യൂണിയന് കീഴിലുള്ള പ്രാഥമിക ക്ഷീരസംഘങ്ങളിൽ കർഷകർക്ക് കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതിന് 1000 രൂപ പ്രീമിയം സബ്സിഡി നൽകാൻ മേഖലാ യൂണിയൻ തീരുമാനം. പദ്ധതിയിൽ ഒരു പശുവിന് 500 രൂപ നിരക്കിൽ പ്രീമിയം സബ്സിഡി 1000 രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഭരണസമിതി തീരുമാനമെടുത്തതെന്ന് ചെയർമാൻ MT ജയൻ പറഞ്ഞു. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ 1000-ഓളം വരുന്ന പ്രാഥമിക സംഘങ്ങളിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കും. ഒരു കർഷകന് 4 പശുക്കൾ വരെയാണ് പ്രീമിയം സബ്സിഡി നൽകുക. സബ്സിഡി വർധന ഇന്നു മുതൽ ലഭ്യമാകും. സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം മിൽമയുടെ വെറ്റിനറി ഡോക്ടർമാർ മുഖേന പ്രാഥമിക സംഘങ്ങളിൽ നടപ്പിലാക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് ക്യാമ്പിൽ 6 മാസത്തേക്കുള്ള മിനറൽ മിക്സ്ചർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി വരുന്നു. ഡിസംബർ 1 മുതൽ മേഖലാ യൂണിയൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കിലോഗ്രാമിന് 2 രൂപ നിരക്കിൽ സംഘങ്ങൾക്ക് വൈക്കോൽ നൽകുന്ന പദ്ധതി പുനരാരംഭിക്കും. കിലോഗ്രാമിന് 2 രൂപ നിരക്കിൽ സബ്സിഡി നൽകി വരുന്ന സൈലേജ് വിതരണവും തുടരുമെന്ന് ജയൻ പറഞ്ഞു. ദേശീയ ക്ഷീരദിനാഘോഷത്തിന്റെ ഭാഗമായി മലബാർ മിൽമ 2024 ജൂൺ മാസത്തിൽ എല്ലാ ആനന്ദ മാതൃകാ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും മിൽമയ്ക്ക് നൽകിയ പാലളവ് അനുസരിച്ച് കൈകാര്യ ചെലവുകൾക്കായി 2 കോടി രൂപ അധിക പാൽവിലയായി നൽകും. മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഓരോ ക്ഷീരസംഘം ജീവനക്കാരനും 6000-ലധികം രൂപ ലഭിക്കത്തക്ക രീതിയിൽ 23 സ്ലാബുകളായിട്ടാണ് അധിക പാൽവില കൈമാറുന്നത്. ഡിസംബർ മാസത്തെ ആദ്യത്തെ പാൽവിലയോടൊപ്പം ക്ഷീരസംഘങ്ങൾക്ക് ഈ തുക കൈമാറും. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി അംഗസംഘങ്ങളിലെ ജീവനക്കാർക്ക് കൈമാറുന്നതിനായി മേഖലാ യൂണിയൻ അനുവദിച്ച 5 കോടി രൂപയും ഈ വർഷത്തെ 2 കോടി രൂപയും അടക്കം 7 കോടി രൂപ അധിക പാൽവിലയായി നൽകാൻ കഴിയുന്നു എന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്. ക്ഷീരസംഘം ജീവനക്കാർക്ക് കാലിത്തീറ്റയുടെ കൈകാര്യ ചെലവിലേക്കായി 50 കിലോഗ്രാം ചാക്കൊന്നിന് നിലവിൽ നൽകുന്ന 10 നിന്നും 15 രൂപയാക്കി മിൽമ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ക്ഷീരസംഘങ്ങളെയും കർഷകരെയും ക്ഷീരസംഘം ജീവനക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന നയമാണ് മേഖലാ യൂണിയൻ പിന്തുടരുന്നതെന്ന് മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ അറിയിച്ചു. തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ 22ാമത് ശാഖ പട്ടിമറ്റത്ത് ദി വൺ ബിൽഡിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. GCDA മുൻ ചെയർമാൻ CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ TC ഷിബു അധ്യക്ഷനായി. ATMന്റെ പ്രവർത്തനം PV ശ്രീനിജൻ MLAയും സൗരോർജ പ്ലാന്റ് ബാങ്ക് വൈസ് ചെയർമാൻ സോജൻ ആന്റണിയും ഉദ്ഘാടനം ചെയ്തു. പട്ടിമറ്റം ദി വൺ ബിൽഡിംഗ് കോംപ്ലക്സ് ഉടമയും സാഹിത്യകാരിയുമായ അനുവന്ദനയുടെ പുതിയ നോവൽ നീലാഞ്ചനം ബാങ്ക് ചെയർമാൻ TC ഷിബു ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. CEO K ജയപ്രസാദ് സംസാരിച്ചു. കോട്ടയം ജില്ലയിലെ പായിപ്പാട് സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംഘത്തിലെ വായ്പാ കുടിശ്ശികക്കാരെ നേരിൽ സന്ദർശിച്ച് വായ്പ അടപ്പിക്കുവാനും സംഘത്തിൽ RD ദിനനിക്ഷേപം എന്നിവ ആരംഭിക്കാനും നിശ്ചയിച്ചു. MSS പദ്ധതികൾ ആരംഭിക്കുമെന്നും സംഘം വളം കീടനാശിനി ഡിപ്പോ പ്രവർത്തിപ്പിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോൺസൺ വർഗീസ് അറിയിച്ചു. വൈകാതെ വായ്പാ വിതരണം ആരംഭിക്കാനാണ് ബാങ്കിന്റെ ശ്രമം എന്നും പ്രസിഡന്റ് പറഞ്ഞു. പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസുമായി സഹകരിച്ച് ഭരണസമിതി അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു.